വീർ, ആ ടെക്നിക്ക് നമ്മൾ എങ്ങനെ യൂസ് ചെയ്യും? അപ്പൂപ്പ, അവന്റെ കയ്യിൽ ഇന്റർനാഷണൽ വാഹനം ഉണ്ടല്ലോ, കഴുത ചുൾബുൾ. അതിൽ കയറി അങ്ങ് ഇരുന്നാ മതിയെന്നേ. അത് ഓടി ഓടി പൊക്കോണ്ടിരിക്കും. ഒരല്പം ലേറ്റ് ആവും, അത്രേ ഉള്ളൂ. ചെല്ലേണ്ട അടുത്ത് ചെല്ലാം. പക്ഷെ ഞാൻ വാങ്ങാൻ പോകുന്ന ഒരു കാറാ. സാരമില്ല അപ്പൂപ്പ, ഞങ്ങൾ എല്ലാവരും കടയിൽ പോയിക്കോളാം. ഓക്കേ, എൻജോയ്. അവൻ എന്നെ വെച്ചല്ലേ കോമഡി ചെയ്യുന്നത്, ചെയ്തോട്ടെ, കുഴപ്പമില്ല. പക്ഷെ എന്റെ കൂട്ടുകാരെ കളിയാക്കി എനിക്ക് ഒത്തിരി ദേഷ്യം വരും. അവന് പണിയും കൊടുക്കും ഞാൻ. അങ്ങനെ ഞാൻ അവന് ശരിക്കും ഒരു പാഠം പഠിപ്പിക്കും. ഓക്കെ, അത് നല്ല രസമായിരിക്കും. എമിലി, നമ്മൾ ബണ്ടിയോട് ഡോങ്കി സ്കീസിനെ പറ്റി ഒന്നും സംസാരിക്കരുത്. അതായത് ഡോങ്കി സ്കീസ് അവനിൽ ഫിക്സ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അവൻ വളരെ സ്പീഡായിട്ട് പറന്ന് പോയിക്കൊണ്ടേയിരിക്കും. ഏതാണ്ട് സ്കൂട്ടറിനെ പോലെ വളരെ സ്പീഡിൽ അങ്ങ് പോകും. നല്ല രസമായിരിക്കും. ബണ്ടി കാര്യം അറിയേ ചെയ്യരുത്. എന്നാ ശരി, വാ, നമുക്ക് വേഗം ഇവിടെ നിന്ന് പോയേക്കാം. അകിടം പകിടം ആലം ഫാലം ഇക്കിടം തിക്കിടം ദം ദമാദം. കേക്കി ബേക്കി, കണ്ടോ? ഞാൻ നിങ്ങൾക്ക് അടിപൊളിയായിട്ടൊരു രഹസ്യം പറഞ്ഞുതരാം. ആ കാര്യം ആർക്കും അറിയില്ല. ഡോങ്കി സ്കീസ് അത് കാറ് പോലെ ഓടിച്ചോണ്ട് പോകാൻ പറ്റും, അറിയാവോ? അയ്യേ, ഇതിന്റെ രോമം വായപ്പോയല്ലോ. ഇതിന്റെ തലേന്ന് ഇപ്പൊ ഒരു സ്റ്റിയറിംഗ് പൊന്തി വരും, നോക്കിക്കോ. അതുപോലെ കാലിൽ നിന്ന് വീലും ഉണ്ടായി വരും. ഞാൻ എങ്ങനെ ഓടുന്നത് കാണോ? ഇതൊക്കെ കാണിച്ചു തരാം. കരിക്കൻ വെള്ളം കുടിക്കാൻ ഭയങ്കര ആഗ്രഹം. ഇപ്പൊ ഒരു കരിക്കൻ വെള്ളം കുടിച്ചിട്ടേ ഉള്ളൂ ബാക്കി കാര്യം. ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് എല്ലാവർക്കും വലിയൊരു സർപ്രൈസ് കിട്ടാൻ പോവാ. നമുക്കെല്ലാവർക്കും ഒരുമിച്ച് ചേർന്ന് ക്രിസ്മസ് സെലിബ്രേറ്റ് ചെയ്യാം. എന്റെ അച്ഛൻ ഒരു വലിയൊരു ക്രിസ്മസ് ട്രീ കൊണ്ടുവന്നിട്ടുണ്ട്. ആണോ? അത് എത്ര വലുതാ? വളരെ വളരെ വലുതാ. അത് ഞാൻ എന്റെ വീടിന്റെ തൊട്ടടുത്ത് നട്ടുവെക്കാൻ പോവാ. അത് എത്ര വലുതാണെന്ന് നമുക്ക് നോക്കിയാലോ? കാണിച്ചുതരാം. കിണറ്റി വീഴാതെ നീ എന്നെ രക്ഷിച്ചു മോനെ. എനിക്ക് ഒരുപാട് നന്ദിയുണ്ട്. വീർ, നീ ഇങ്ങനത്തെ അപകടം പിടിച്ച കാര്യങ്ങളൊന്നും ചെയ്യരുത് മോനെ. നീ കുട്ടിയല്ലേ. അപ്പൂപ്പ, ഞാനൊരു റോബോട്ടല്ലേ. നിങ്ങൾ പറഞ്ഞ പോലെ ഞാൻ കുട്ടിയായിരുന്നെങ്കിൽ എനിക്ക് ഈ സ്റ്റണ്ടൊക്കെ ചെയ്യാൻ പറ്റുമോ? കാരണം എനിക്കറിയാം, കുട്ടികൾ ഒരിക്കലും ഇതുപോലത്തെ സ്റ്റണ്ട്സ് ചെയ്യാൻ പാടില്ല. അത് അപകടമാണ്. പിന്നെ അപ്പൂപ്പ, ഞാൻ ഓരോ കുട്ടിയോടും പറയുന്നത് ഇത് തന്നെയാണ്. ഗുഡ്. എനിക്കറിയാം മോനെ, നീ പറയുന്ന കാര്യങ്ങൾ എല്ലാ കുട്ടികളും അതേപടി അനുസരിക്കും. വാ വാ, ആരെന്റെ കൂടെ വന്ന് എന്റെ ഈ ക്രിസ്മസ് ട്രീ ഡെക്കറേറ്റ് ചെയ്യാൻ പോണേ? നിന്റെ ഗാർഡനിൽ വെച്ച് തന്നെ നിന്റെ ക്രിസ്മസ് ട്രീ ഡെക്കറേറ്റ് ചെയ്യാം. വാ പോകാം. നീ തന്നെ നിന്റെ ട്രീ നട്ടുവെക്ക്. വാ, നമുക്കും ഗാർഡനിലേക്ക് ചെന്ന് നമ്മുടെ ക്രിസ്മസ് ട്രീ നമുക്ക് ഡെക്കറേറ്റ് ചെയ്യാം. വാ, നമുക്ക് പോകാം. ദേ ഇത് കണ്ടോ? ഇന്ന് നമ്മൾ ഈ ക്രിസ്മസ് ട്രീയെ വളരെ നന്നായിട്ട് ഡെക്കറേറ്റ് ചെയ്യണം. എല്ലാരും അതിനെ കണ്ടോണ്ടിരിക്കണം. ഇത് വലിയ കാര്യമൊന്നല്ലല്ലോ. ഇപ്പൊ തന്നെ ശരിയാക്കി തരാം. അകിടം പകിടം ആലം ഫാലം ഇകിടം തികിടം ദം ദമാദം.
അകിടം പകിടം ആലം ഫാലം ഇകിടം തികിടം ദം ദമാദം. എല്ലാം പഴയതുപോലെ ആവട്ടെ. വൈകുന്നേരം നമുക്ക് ക്രിസ്മസ് ട്രീ ഡെക്കറേറ്റ് ചെയ്യാനുള്ള സാധനങ്ങളൊക്കെ കൊണ്ടുവന്നേക്കാം. എന്നിട്ട് നമുക്ക് ഈ ട്രീ ഡെക്കറേറ്റ് ചെയ്യാം. അല്ലേ വീർ? ഓക്കേ അല്ലേ? ശരി, നമുക്ക് എല്ലാവർക്കും വൈകിട്ട് ഇവിടെ വെച്ച് കാണാം. ഓക്കെ? മാഡ് മാക്സ് ടിംബക്ടോ, ഇന്ന് ക്രിസ്തുമസ് ആണ്. ഇന്നത്തെ ദിവസത്തിന് വേണ്ടി ഞാനൊരു ചാരിയറ്റ് ശരിയാക്കി വെച്ചിരിക്കുക. ബോസ് ഇതെന്താ സാധനം? ഇതാണ് റോബോട്ട് 10. 10 തലയുള്ള റോബോട്ട്. 10 തലകളിൽ 10 ശക്തികളുണ്ട്. ഒന്നിൽ നിന്ന് തീ പുറത്തേക്ക് വരും, മറ്റൊന്നിൽ നിന്ന് വെള്ളം, പിന്നെ ഒന്നിൽ നിന്ന് പുക പുറത്തേക്ക് വരും, അടുത്തതിൽ നിന്ന് കല്ലുകൾ. ഇത് കൂടാതെ ആളിന്റെ കണ്ണിലെ പ്രകാശം കാണുന്നുണ്ടല്ലോ, അതാണ് ലേസർ ബീംസ്. പിന്നെ കൊടുങ്കാറ്റ്, പിന്നെ ഐസും കറണ്ടും. അങ്ങനെ 10 തലകൾക്കും 10 പവറുകളാണ് ഉള്ളത്. You are genius, boss. She's right, boss. She's right. ഞാൻ ജീനിയസ് ആണ്. ഒരു പ്രാവശ്യം ഈ റിമോട്ടിന്റെ ബട്ടൺ ഒന്ന് അമർത്തിയാൽ മതി, പിന്നെ വീറിന്റെ കഥ അവസാനിച്ചു എന്ന് കരുതിയാൽ മതി. ഞാനൊന്ന് നോക്കട്ടെ ബോസ്, ശരിക്കും ജോലി ചെയ്യുന്നുണ്ടോന്ന് അറിയണമല്ലോ. എന്ത് മണ്ടത്തരമാണ് കാണിക്കുന്നത്? എന്നെ ഒന്നും ചെയ്യരുത്. താങ്ക് യു, താങ്ക് യു. Boss. ബോസ്, യു ആർ ജീനിയസ് ബോസ്. ഇതിന്റെ 10 തലകളും നന്നായിട്ട് ജോലി ചെയ്യുന്നുണ്ട്. മാഡ് മാക്സ്, വെരി വെരി മാഡ്. നിന്റെ വട്ടത്തിൽ നിർത്തണ. ബോസ്, യു ആർ ജീനിയസ്. വീറിനി ഒരിക്കലും രക്ഷപ്പെടില്ല. വീരിന്റെ കഥ പിന്നെ അവസാനിപ്പിച്ചാലും ശരി, നിന്നെ ഞാൻ വെറുതെ വിടില്ലടാ. നിക്കടാ. അയ്യോ, ആരെങ്കിലും രക്ഷിക്ക്. ബോസ്, എന്നെ ഒന്നും ചെയ്യില്ലേ. ഇത് കഴിക്കാമില്ലേ മോളെ? വീർ, ദാ കഴിക്കുമോനെ. മതി അപ്പൂപ്പ, എന്റെ വയറ് നിറഞ്ഞിരിക്ക. ഇതിൽ കൂടുതൽ എനിക്കൊന്നും വേണ്ട അപ്പൂപ്പ. അപ്പുപ്പ, നിങ്ങൾ ഇനിയും ചാട്ട് റെഡിയാക്കിയിട്ടില്ലേ? ഞാൻ ചെന്ന് ചാട്ട് കഴിച്ചിട്ട് വന്നേക്കാം. നമുക്ക് ഗാർഡനിൽ വെച്ച് മീറ്റ് ചെയ്യാം, എന്നിട്ട് നമുക്ക് അവിടെ വെച്ച് കളിക്കാം. മാഡ് മാക്സ്. ഈ പ്രാവശ്യം ഞാനൊരു സ്പെഷ്യൽ ആയിട്ടുള്ള റോബോട്ടിനെ കണ്ടെത്തും. എന്നിട്ട് ആ വീറിന്റെ ചാപ്റ്റർ ക്ലോസ് ചെയ്യണം. ഇനി വീറിന്റെ കയ്യിൽ നിന്ന് ഒരിക്കലും രക്ഷപ്പെടുകയില്ല. ബോസ്, ബോസ്, എന്താ സംഭവിച്ചത് ബോസ്? രക്ഷിക്കണേ ബോസ്, രക്ഷിക്കണേ. എടാ മണ്ടാട്ടി പറ്റോ, നീ എന്തായി ചെയ്തത്? എന്റെ അധ്വാനം മുഴുവൻ നീ ഇല്ലാതാക്കിയില്ലടാ. ബോസ്, എനിക്ക് എന്താ പറ്റിയത്? ഞാനെന്താ ഇങ്ങനെ ആയി പോയേ? എനിക്ക് എന്താ പറ്റിയത് ബോസ്? ബോസ്, എനിക്ക് ഇവനെ കണ്ട പേടി തോന്നുന്നു. ഇവൻ ആരാ? എവിടെന്നാ വന്നത്? നീ ജീനിയസ് ആണ്. ഞാനിപ്പോ വളരെ സന്തോഷത്തിലാണ്. ഞാൻ വിചാരിച്ചത് സാധിച്ചു. ടിംബക്ടുവിന് മാറ്റം സംഭവിച്ചിരിക്കുന്നു. നിന്നെ വെച്ചാണ് ഇനി ആ വീറിനെ ഞാൻ നശിപ്പിക്കാൻ പോകുന്നതാ. ചെന്നിട്ട് വീറിന്റെ കഥ അവസാനിപ്പിക്കൂ. ഡോക്ടർ പ്രേം സഹായിക്ക് നീ ആരാണെന്ന് കാണിച്ചു കൊടുക്കൂ. ഞാൻ എത്ര വലിയ സയന്റിസ്റ്റ് ആണെന്ന് നീ അവന് പറഞ്ഞു കൊടുക്കണം. ചെല്ലടാ. ബോസ്, പ്ലീസ് എന്നെ പഴയതുപോലെ മാറ്റിയെടുക്ക്.
വീറിന്റെ കൂടെ ഞാൻ എങ്ങനെയാണ് ഫൈറ്റ് ചെയ്യുന്നത് ബോസ്? അവൻ ഭയങ്കര ശക്തിശാലിയാണ്. എടാ മണ്ട, നീയും ഇപ്പൊ വലിയ ശക്തിശാലിയാണ്. നിന്റെ കയ്യിലും ഒരുപാട് സൂപ്പർ പവേഴ്സ് ഉണ്ട്. നിന്റെ ആ നാക്കില്ലേ, അത് തന്നെ വലിയൊരു ആയുധമാണ്. എന്താ? എന്റെ നാക്ക് ആയുധമാണെന്നോ? ടിമിന്തു, എന്താ ഈ കാണിക്കുന്നത്? ടിമിന്തു, വിടണ്ട. ചുറ്റി, ഓക്കേ. എന്താ കാണിക്കുന്നത്? ചുൽബുൾ, നീ കളിച്ചോണ്ടിരിക്കേ, ഞാൻ പോയി ചാട്ട് കഴിച്ചിട്ട് വന്നേക്കാം. എടാ എന്റെ പൊന്ന് ചിണ്ടു, നിനക്ക് ഇതെന്താ പറ്റിയത്? അതൊക്കെ പിന്നീട് ഇപ്പൊ കളിക്ക്. ചിണ്ടു നിക്ക്, എന്നാ ഞാനും വരുന്നു. എനിക്കും ചാട്ടെന്ന് വെച്ചാൽ ഭയങ്കര ഇഷ്ടമാണ്. എടാ ചിണ്ടു, വാ നമുക്ക് അല്പം ക്യാരറ്റ് കഴിക്കാൻ പോവാം. അല്പം ഈ ചാട്ടൊന്ന് കഴിച്ചു നോക്ക്, എത്ര ടേസ്റ്റിയാന്ന് എടാ നോക്ക്. നീ ഒരു